നമസ്കാരം. പ്രോഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ചെയ്യുന്ന അതിൻ്റെ തുടക്കക്കാർ പലപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു മാർക്കറ്റ് ഇ കൊമേഴ്സ് ആണ് ഇന്നത്തെ കാലത്ത്. കാരണം സാധാരണ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലിമിറ്റേഷൻസ് അവരൊരു പക്ഷേ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. പ്രധാനപ്പെട്ട ഒന്ന് അതിൻ്റെ ക്രെഡിറ്റ് പീരീഡാണ്. രണ്ട് ഈ റീറ്റെയിലർ മാർജിനാണ്. മാത്രമല്ല മാർക്കറ്റിംഗ് വളരെ വലിയ രീതിയിൽ ആ ഒരു ലൊക്കാലിറ്റി ഫോക്കസ് ചെയ്തിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ ഒരു കോസ്റ്റ് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇ കൊമേഴ്സ് ആമസോൺ പോലെയുള്ള ഇ കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസിൽ അവരെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ട് വിൽക്കുന്ന രീതിയാണ് പല തുടക്കക്കാരും ഇന്ന് എടുത്തു വരുന്നത്. ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, ട്രേഡ് മാർക്കോടുകൂടി അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഇല്ലാതെ നമുക്ക് ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. അതിന് ലൈസൻസിങ്ങിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് GST മാത്രം മതിയാവും. ഫുഡ് പ്രൊഡക്റ്റോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്പെസിഫിക് കാറ്റഗറി പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കൺസേൺഡ് അതോറിറ്റിയുടെ അനുമതി കൂടി ആവശ്യമായിട്ട് വരും. അതല്ല എന്നുണ്ടെങ്കിൽ GST ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്യാവുന്നതാണ്, ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഈ ട്രേഡ് മാർക്കിൻ്റെ കേസ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ. അപ്പോൾ ട്രേഡ് മാർക്കിന് നമ്മൾ അപ്ലൈ ചെയ്യാതെയും ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ നമ്പർ വെച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ആമസോണിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ട്രേഡ് മാർക്കോടുകൂടി നമ്മൾ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം ആഡ് ഓൺ അഡ്വാൻറ്റേജസ് ആണ് കിട്ടുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് ഇല്ലാതെയും ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനായിട്ട് കഴിയാം. പക്ഷേ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് ഞാനൊന്ന് പറഞ്ഞുതരാം. പ്രധാനമായിട്ടും ആമസോൺ ബ്രാൻഡ് രജിസ്ട്രിക്കകത്ത് നിങ്ങൾക്ക് ഭാഗമാകാനായിട്ട് കഴിയും. ട്രേഡ് മാർക്കോട് കൂടിയിട്ട് നിങ്ങൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത്. എന്താണ് ഈ ബ്രാൻഡ് രജിസ്ട്രി, ആമസോൺ ബ്രാൻഡ് രജിസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ജസ്റ്റ് ഒരു കസ്റ്റമറിൻ്റെ കാഴ്ചയിലൂടെ നിങ്ങളൊന്ന് നോക്കി കാണുക. നിങ്ങൾ ആമസോണിലൂടെ ഒരു പ്രൊഡക്റ്റ് നോക്കി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് കാണുകയാണ്. ആ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ആ പ്രൊഡക്റ്റിൻ്റെ ഒരു 2 ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ട്. ഒപ്പം തന്നെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു 3-4 വരിയിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചൊന്ന് എഴുതിയിട്ടുണ്ട്. അത്രമാത്രമാണ് നിങ്ങൾ കാണുന്നത്. അതേ പ്രോഡക്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് മറ്റൊന്നുകൂടി മറ്റൊരു ലിസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾ കാണണം. അതിനകത്ത് നിങ്ങൾക്ക് വീഡിയോ കോണ്ടൻറ്റ് കാണാൻ കഴിയുകയാണ്. ആ പ്രോഡക്റ്റിൻ്റെ ഹൗ ടു യൂസ് എന്ന് പറയുന്നൊരു നല്ല വീഡിയോ കോണ്ടൻറ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഈ പ്രോഡക്റ്റിൻ്റെ സ്റ്റോറി, നല്ല ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറി നിങ്ങൾ കാണുകയാണ്. ഒന്നുകൂടെ സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോ ഫീച്ചേഴ്സും ഒരു പ്രോഡക്റ്റിന് ഏതെങ്കിലും ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ട് അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇത്തരത്തിൽ ഒരു പ്രോഡക്റ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം കൂടി നിങ്ങൾ കാണുകയാണ്. താഴെ ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കമ്പാരിസൺ ചാർട്ട് കാണുകയാണ്. മറ്റ് പ്രോഡക്ട്സും ഈ പ്രോഡക്ട്സും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് പ്രൈസും ഫീച്ചേഴ്സും എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കാണുകയാണ്. സ്വാഭാവികമായിട്ടും വില സെയിമാണെന്ന് ഓർക്കണം. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? ആദ്യത്തേതായിരിക്കുമോ അതോ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തതായിരിക്കുമോ? ഡെഫിനറ്റ്ലി കുറേ കാര്യങ്ങൾ, കുറേ ഇൻഫർമേഷൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതായിരിക്കും അല്ലേ. ഈ ഒരു ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ്, നിങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ട്രേഡ് മാർക്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ളതാവണം. ഇതിനെ പറയുന്ന പേരാണ് A+ കോണ്ടൻറ്റ്. ഈ A+ കോണ്ടൻറ്റ് ആമസോൺ ബ്രാൻഡ് രജിസ്ട്രിക്കകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിൽ ഒന്നാണ്. അപ്പോൾ ഈ A+ കോണ്ടൻറ്റ് നിങ്ങൾക്ക് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ബെനിഫിറ്റ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രോഡക്റ്റ് ട്രേഡ് മാർക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിലേക്ക് വരികയാണെങ്കിൽ ആമസോണിൽ നിങ്ങൾ ആ സ്പെസിഫിക് പ്രോഡക്റ്റ് എടുക്കുന്നു. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ തന്നെ ഒരു സ്റ്റോറിലേക്ക് പോകുന്നു. അതേ ബ്രാൻഡിൽ ഇറക്കിയിട്ടുള്ള മറ്റ് കുറേ പ്രോഡക്റ്റ്, ഇപ്പോൾ സ്പൈസസ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെ ഡിഫറെൻറ്റ് സ്പൈസസ് ഒരേ ബ്രാൻഡിൽ, നമ്മൾ സാധാരണ ആ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ആ ഇ കൊമേഴ്സ് സ്റ്റോറിനകത്ത് എങ്ങനെ കാണുന്നു അതേപോലെ ഈ പറയുന്ന ആമസോണിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ളൊരു പേജ് അതിനകത്ത് ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ ഈ ബ്രാൻഡ് നെയിം എഴുതി അതിൻ്റെ പല പ്രോഡക്ട്സും കൊടുത്ത് അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കൊടുത്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള, അതായത് ആ സ്ഥാപനത്തിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇ കൊമേഴ്സ് സൈറ്റ് പോലെ അതിനകത്ത് കാണിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ സ്റ്റോർ ബിൽഡ് ചെയ്യാനായിട്ടും ഈ പറയുന്ന ട്രേഡ് മാർക്ക് എടുത്തിട്ടുള്ള ബ്രാൻഡുകൾക്കേ സാധിക്കത്തുള്ളൂ. മാത്രമല്ല ആമസോണിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സ്പോൺസേഡ് ആഡ് എന്നൊക്കെ കാണാറുണ്ടല്ലോ. സ്പോൺസേഡ് ആഡ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറ് പോലുമില്ല. ഇത്തരത്തിൽ സ്പോൺസേഡ് ആഡിൽ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ഇത്തരത്തിൽ സ്പോൺസേഡ് ആഡ് കൊടുക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ആമസോൺ ബ്രാൻഡ് രജിസ്ട്രിക്കകത്ത് ഭാഗമാവണം. അത് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് ട്രേഡ് മാർക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. ഇനി ആസ് എ ബ്രാൻഡ് കൺസൾട്ടൻറ്റ് എൻ്റെ കൺസേൺ ഇതൊന്നുമല്ല. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അതിനകത്ത് ലിസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ നമുക്കറിയാം, നമ്മളൊരു പ്രോഡക്റ്റ് സാധാരണ ലോക്കൽ മാർക്കറ്റിൽ വെച്ച് വിൽക്കുന്ന സമയത്ത് ആ കൂടി കാണുന്നത് ആ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ആ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ ആ ചുറ്റുപാടുള്ള ആൾക്കാർ മാത്രമായിരിക്കും. പക്ഷേ ആമസോണിലൊരു പ്രോഡക്റ്റ് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുന്നത് ഇന്ത്യ മൊത്തമുള്ള ആൾക്കാരാണ്. എവിടെ നിന്ന് വേണമെങ്കിലും അത് വ്യൂ ചെയ്യാനായിട്ട് കഴിയും. കാരണം അത്രത്തോളം വിസിബിലിറ്റി വരികയാണ്.
വിസിബിലിറ്റി കൂടുന്തോറും റിസ്ക്കും വരും, കോമ്പറ്റീഷനും കൂടും അല്ലേ. യുണീക്കായിട്ടുള്ളൊരു പ്രോഡക്റ്റ് നിങ്ങൾ ആമസോണിൽ ഇറക്കുന്നു, ഒരാഴ്ച കഴിയുന്ന സമയത്തായിരിക്കും അതേപോലെ മറ്റൊരു ടീം പ്രോഡക്റ്റ് ഇറക്കുന്നത്. കാരണം അത്രത്തോളം വിസിബിളാണ്, അത്രത്തോളം ആൾക്കാർ ഈ പ്രോഡക്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ കൂടും. നിങ്ങൾ ട്രേഡ് മാർക്ക് ഇല്ലാതെ ഒരു പ്രോഡക്റ്റ് ആമസോണിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അതേ പ്രോഡക്റ്റ് അതേ പേരിൽ മറ്റൊരാൾ ട്രേഡ് മാർക്കോട് കൂടി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ലീഗലി മൂവ് ചെയ്യാനായിട്ട് കഴിയും, ആ പ്രൊഡക്റ്റ് വിൽക്കുന്നത് നിർത്താനായിട്ട് ആവശ്യപ്പെടാനായിട്ടും കഴിയും. ഇത്തരത്തിൽ ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻറ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ആസ് എ ബിഗിനർ നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ ലിമിറ്റഡ് ആണ് എന്നുള്ളൊരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, വളരെ വളരെ ലിമിറ്റഡ് ആണ് എന്നുള്ളൊരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രേഡ് മാർക്കൊന്നും ഇല്ലാതെ നിങ്ങൾ ആമസോണിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തോളൂ. പക്ഷേ റിസ്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട റിസ്ക് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞാൽ ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ്. മറ്റാരെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള ഒരു പേരാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ആരെങ്കിലും ട്രേഡ് മാർക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്കായിരിക്കും എല്ലാ എക്സ്ക്ലൂസീവ് റൈറ്റ്സും വരുന്നത്. കാരണം ട്രേഡ് മാർക്കിനകത്ത് എപ്പോഴും നോക്കുന്ന ഒരു കാര്യം ആരാണ് ആദ്യം അപ്ലൈ ചെയ്തെന്നുള്ളതാണ്. പ്രധാനമായിട്ടും നോക്കുന്നത്. സോ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഈ റിസ്ക് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ തുടക്കത്തിൽ തന്നെ ട്രേഡ് മാർക്ക് എടുത്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക. ഇനി മറ്റൊരു കൺസേൺ ആണ്, സാധാരണ ട്രേഡ് മാർക്കിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് 1 വർഷത്തിനടുത്തൊക്കെ എടുക്കാറുണ്ട് അല്ലേ, ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്ത് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട്. ഈ ആമസോണിൽ ഇപ്പോൾ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് 1 വർഷം കഴിഞ്ഞിട്ടേ ലിസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളൊരു സംശയം സ്വാഭാവികമാണല്ലോ. അങ്ങനെയല്ല. നിങ്ങൾക്ക് അതിനകത്ത് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് അപ്ലൈഡ് ട്രേഡ് മാർക്ക്, മറ്റൊന്ന് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക്. നിങ്ങൾ വൺസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ 2-3 ദിവസത്തിൽ ഞങ്ങളത് അപ്ലൈ ചെയ്ത് തരും. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് ദാറ്റ് ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ. അത് രജിസ്ട്രേഷൻ ആവുന്നവരെ കാത്തിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. രജിസ്ട്രേഷൻ ആയതിനു ശേഷം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതിനകത്ത് ആഡ് ഓൺ ചെയ്താൽ മതിയാവും. ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ആമസോണിൽ വെറുതെ കുറേ പ്രൊഡക്റ്റ് അങ്ങ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഫോട്ടോസും എടുത്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽപ്പന നടക്കത്തില്ല. വിൽപ്പന നടക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന കോണ്ടൻറ്റ് അതിനകത്ത് ഉണ്ടാവണം, എങ്കിലേ ആൾക്കാർ വാങ്ങത്തുള്ളൂ. ഈ കോണ്ടൻറ്റ് നമുക്ക് അതിനകത്ത് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രേഡ് മാർക്ക് ചെയ്തിട്ടുള്ളത് സ്ഥാപനങ്ങൾക്കേ കഴിയത്തുള്ളൂ. മാത്രമല്ല, അല്ലാന്നുണ്ടെങ്കിൽ ട്രേഡ് മാർക്ക് അല്ല, രജിസ്റ്റേർഡ് ബ്രാൻഡ് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ജനറിക് എന്നായിരിക്കും നിങ്ങൾ കാണുന്നത്. ജനറിക് ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു ലേബിളായിരിക്കും കാണുന്നത്. നിങ്ങളുടെ സ്ഥാപനത്തിന് നിങ്ങളുടെ ആ ബ്രാൻഡ് നെയിം അതിനകത്ത് കാണത്തില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ട്രേഡ് മാർക്ക് എടുത്തിട്ട് നിങ്ങൾ ലിസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് ആമസോൺ ലിസ്റ്റിംഗ് സർവീസസ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു സ്പെസിഫിക് നമ്പർ കൊടുക്കാം. അതിലേക്കൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യാം ഞങ്ങൾ. ആൻഡ് നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയിലും അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാണാനായിട്ട് കഴിയും. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ നമ്മൾ ഫയൽ ചെയ്ത് തരുന്നുണ്ടാകും. ആൻഡ് ഓൾസോ നെയിമിൻ്റെ അവൈലബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കൂടുതലുള്ള പേരായിരിക്കും നമ്മൾ ആപ്ലിക്കേഷനായിട്ട് പരിഗണിക്കുന്നത്. മറ്റൊരു വിഷയമായിട്ട് കാണാം. അതൊരു സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.